കണ്ണിൽ കാണുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ ആവണമെന്നില്ല. പക്ഷേ ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. ഹൃദയം തൊടുന്ന ഒരു മനോഹര സിനിമ. തട്ടുപൊളിപ്പൻ മാസ് മസാല വയലൻസ് പടങ്ങൾക്കിടയിൽ മലയാളികൾ മുക്കിക്കളയാൻ പാടില്ലാത്ത ഒരു ഇമോഷണൽ ക്ലാസ് പടം. സ്വന്തം ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക്, സ്വന്തം ഫാമിലിയെ മറന്നുപോയവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഈ പടം. ശരൺ വേണുഗോപാൽ രചനയും സംവിധാനവും നിർവഹിച്ച നാരായണീൻ്റെ മൂന്നാൺമക്കൾ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ 3 മഹാനടന്മാരായ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നിവരെ അണിനിരത്തി മലയാള സിനിമയിലെ ഏറ്റവും ട്രസ്റ്റഡ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുക്കിയ ഒരു ചലച്ചിത്ര കാവ്യമെന്ന് ഒറ്റ വാക്കിൽ നാരായണീൻ്റെ മൂന്നാൺമക്കളെ പറയാം. അമിത ശബ്ദങ്ങളുടെയോ വിഷ്വൽ ഗമിക്കളുടെയോ അതിപ്രസരണമില്ലാതെ വളരെ പീസ്ഫുള്ളായ എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് കണ്ണിങ് ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയുടെ സവിശേഷതയാവുന്നു. ആനന്ദം സിനിമയിൽ അക്ഷയ് എന്ന കോളേജ് പയ്യനായി വന്ന തോമസിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഈ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. പുതുമുഖ നായിക ഗാർഗിയും പരിചയസമ്പത്തുള്ള സജിത മഠത്തിലും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാവുമ്പോൾ ചെറിയ സീനുകളിൽ വന്നുപോയവർ വരെ അവരുടെ റോളുകൾ ഹൃദ്യമാക്കുന്നു. ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന ലേബലിനും അപ്പുറം നാരായണീൻ്റെ മൂന്നാൺമക്കൾക്ക് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്താവുന്ന അർത്ഥതലങ്ങളുണ്ടെന്ന് ഒരു റിപ്പീറ്റ് വാച്ചിലായിരിക്കും ഭൂരിഭാഗം ആളുകൾക്കും കണക്റ്റ് ആവുക. അത്തരം മേച്ചിൽപ്പുറങ്ങൾ തൊടുന്ന കാലാതീതമായ ഒരു നിലനിൽപ്പ് നാരായണീൻ്റെ മൂന്നാൺമക്കൾക്ക് അവകാശപ്പെടാവുന്നതാണ്. നല്ല സിനിമകളെ നെഞ്ചോട് ചേർക്കുന്ന മലയാളി പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ.